ചരിത്രത്തെ ഇരുതലമൂർച്ചയുള്ള ആയുധമായി ചിത്രീകരിച്ച ചിന്തകന്മാർ ഒട്ടേറെയുണ്ട്. ശീതകാല സ്മരണകളാണ് ഭാവിയിലേക്കുള്ള പാതകളുടെ ബലവും ക്ഷയവും നിർണ്ണയിക്കുന്നത് എന്നതുകൊണ്ടാണ് ചരിത്രത്തെ വക്രീകരിക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാരും പ്രതിലോമ ശക്തികളും നിരന്തരം ശ്രമിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും സാംസ്കാരിക സൗഹൃദത്തിൻ്റെ ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് മതേതരത്വ ജനാധിപത്യവാദികളുടെ ഒഴിച്ചുകൂടാനാവാത്ത കടമ. 1960-കൾക്ക് ശേഷം ആരംഭിക്കുകയും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ പതിറ്റാണ്ടുകളായി താങ്ങി നിർത്തുകയും ചെയ്ത ഗൾഫ് കുടിയേറ്റം നിർണായക പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന സന്ദർഭവും കൂടിയാണിത്. കുടിയേറ്റങ്ങളും വാണിജ്യ ബന്ധങ്ങളും തിരിച്ചും മറിച്ചും സംഭവിക്കുമ്പോൾ വലിയ അക്കാദമിക് ചർച്ചകളും ഗവേഷണങ്ങളും സാംസ്കാരിക സംവാദങ്ങളും പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. പ്രാചീന കാലത്ത് അറബികളുടെ പ്രധാന ലക്ഷ്യം കേരളമായിരുന്നെങ്കിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലായി മലയാളികളുടെ പ്രധാന ലക്ഷ്യം അറബ് രാഷ്ട്രങ്ങളായിരുന്നു. പഴയകാലത്ത് അറബികളെ മലയാള മണ്ണ് സ്വീകരിച്ചതുപോലെ